ഹായ് ഹലോ ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ്, അതായത് മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇന്നലെ ആയിരുന്നു എലിമിനേഷൻ. ഫസ്റ്റ് എലിമിനേഷൻ ഇന്നലെയാണ് നടന്നത്. 4 പേരാണ് എലിമിനേറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെനീഷ അങ്ങനെ ജഡ്ജിമാരുടെ സീറ്റ് കയറി ഇരുന്നിട്ട് എന്തൊക്കെയോ ഇത് സൂപ്പറാണല്ലോ ഇവിടെ ഇരിക്കാനെന്നൊക്കെ പറഞ്ഞുള്ളൊരു ഡയലോഗ് ഇട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജഡ്ജിമാർ വരുന്നത്. എന്നിട്ട് പറഞ്ഞുടനെ വന്നുടനെ തന്നെ നമ്മുടെ റിയാസും അഖിൽമാരാരും രഞ്ജിനി ഹരിദാസും ചേർന്നിട്ട് ആ പൊക്ക മോളെ അവിടെ പോയി നിന്നോളാനൊക്കെ പറഞ്ഞ് അങ്ങനെ നേരെ റെനീഷ അവിടെ ചെന്നിരി നിൽക്കുന്നു. അങ്ങനെ കണ്ടസ്റ്റൻസിനെ എല്ലാവരും അവർ വിളിക്കുകയാണ്. അതായത് 40 പേരെയും, അതായത് ഇന്നലത്തെ എപ്പിസോഡിലാണ് ഫുൾ എല്ലാവരും ഒന്നിച്ച് വരുന്നത്. 40 പേരും ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഒരു സൈഡിലും, അതായത് ഈ 2 സൈഡിൽ വീതം അവരിയ്ക്കാൻ പറഞ്ഞു. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 20 പേര് അങ്ങനെ അവരിരുന്നു. അവരിരുന്നതെന്ന് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു റോയിൽ 10 പേര്, അങ്ങനെ 4 റോ ആയിട്ടാണ് ഇരുന്നത്. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ രഞ്ജിനി ഹരിദാസാണ് പറയുന്നത് നമുക്കിവരെല്ലാവരും ഒരു ടീമായിട്ട് തിരിക്കാമെന്ന് പറയുന്നു. റനീഷയുടെ ഇത് അഭിപ്രായത്തോടൊക്കെ ചേർന്നുകൊണ്ട് അവർ പറയുന്നു ഒരു ടീമാക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ പറഞ്ഞു എങ്കിൽ ആ ഇരിക്കുന്ന റോയിൽ എങ്ങനെ എത്ര പേരിരുന്നോ അവരെല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ അതൊരു ടീമായി. ഏകദേശം ഒരു ടീമിൽ 10 പേര് വെച്ചിട്ട് 40 പേര് അങ്ങനെ എല്ലാം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നീടാണ് അവർ പറയുന്നത് ഇനിയൊരു എന്തായാലും ഇന്ന് 4 പേര് പുറത്ത് പോകുന്നുണ്ട്. അതായത് ഇന്നാണ് അവരുടെ ഫസ്റ്റ് എലിമിനേഷൻ നടക്കുന്നതെന്ന് പറയും. അങ്ങനെ ടീമൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അവർ എല്ലാവരും കൂടി സ്റ്റേജിലേക്ക് വരാൻ പറയുന്നു. സ്റ്റേജിലേക്ക് വന്നിട്ട് പറയുന്നു നമുക്ക് ഇനി ഓരോ ടീമിനും, അതായത് ഇപ്പോൾ ടീം തിരഞ്ഞെടുത്തല്ലോ, അതായത് ആ ഇരുന്ന പൊസിഷനിൽ നിന്ന് 10 പേര് വെച്ചുള്ള ടീം, അങ്ങനെ ആ ടീം സെലക്ഷന് ശേഷം പറയും നമുക്കിനി ഓരോ ടീമിനും ഓരോ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും സ്റ്റേജിലെത്തി ഓരോരുത്തരെയായിട്ട് ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് ക്യാപ്റ്റൻ ആകുന്നത്. അങ്ങനെ ടീം എ ആണ് ആദ്യം സെലക്ഷൻ ചെയ്യുന്നത്. അവർ സെലക്ട് ചെയ്യുന്നത് വളരെ യങ്ങായിട്ടുള്ളൊരു കാൻഡിഡേറ്റായ താഷിനെയാണ്. താഷിൻ നല്ല പെർഫോമൻസൊക്കെ കാഴ്ചവെച്ച ആളാണ്. അങ്ങനെ ടീം എ താഷിനെ സെലക്ട് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടീം പ്രണവിനെ സെലക്ട് ചെയ്യുന്നു. പ്രണവും അതുപോലെ തന്നെയാണ്, നല്ല രീതിയിൽ ഗെയിം ചെയ്യുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു പെർഫോമറാണ് പ്രണവ്. അങ്ങനെ പ്രണവിനെയും ടീം ബി സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടീം സി സെലക്ട് ചെയ്യുന്നതാണ് അഭിരാമിനെ. അഭിരാമും നല്ല കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അങ്ങനെ ടീം സി അഭിരാമിനെ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടീം സി ആണ് ലോലിറ്റയാണ് ടീം സി ക്യാപ്റ്റനായി സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേജിൽ വെച്ച് തന്നെ അവരെല്ലാവരെയും ഈ 4 പേരെയും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജഡ്ജസ് പറയുന്നു ബാക്കിയുള്ളവർക്ക് സ്റ്റേജിൽ നിന്ന് പുറത്തു പോകാം, ഈ 4 പേർ മാത്രം അവിടെ നിൽക്കുക. അങ്ങനെ ഈ ഒരു സസ്പെൻസ് നിർത്തിക്കൊണ്ടാണ് അങ്ങനെ അവർ ജഡ്ജസ് പറയുന്നത് 4 പേര് മാത്രം അവിടെ നിൽക്കാൻ. അപ്പോൾ അവരാകപ്പാട് കുരുപൊട്ടി നിൽക്കുകയാണ്. സംഭവം എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഈ 4 പേരെയും കൂടി പറഞ്ഞ് പുറത്ത് വിടുമോ എന്നൊക്കെ അവർക്ക് ഡൗട്ടായി. കാര്യം ബിഗ് ബോസ് ആണ്, എന്തൊക്കെ സംഭവിക്കുമെന്ന് ബിഗ് ബോസിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ 4 പേരും കൂടി നിന്നപ്പോൾ തന്നെ പിന്നെ രഞ്ജിനി ഹരിദാസാണെന്ന് തോന്നുന്നു പറയുന്നത് ഇല്ല കുഴപ്പമൊന്നുമില്ല, എന്തായാലും നിങ്ങളെയല്ല പറഞ്ഞു വിടാൻ പോകുന്നത്, 4 പേര് പോകും, പക്ഷേ അത് നിങ്ങളല്ല എന്ന് പറയും. അങ്ങനെ സസ്പെൻസ് എല്ലാം പൊളിച്ചുകൊണ്ട് നമ്മുടെ ജഡ്ജസ് പറയുകയാണ് അതായത് നിങ്ങളെയൊന്നും അല്ല ഞങ്ങൾ പുറത്താക്കുന്നത്, ക്യാപ്റ്റന്മാരായ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇന്ന് പോകില്ല. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു എലിമിനേഷൻ പരിപാടിയുണ്ട്. കാര്യം അതൊരു ഗെയിമാണ്, ചെറിയൊരു ഗെയിമാണ്, ഒരു ടൈമർ വെച്ചുകൊണ്ടുള്ള ഗെയിം. അത് 60 സെക്കൻഡാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ മത്സരം, അതായത് ഒരു ടീമിലുള്ള ഈ 10 പേരും ഈ 60 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് അമർത്തണം, ഈ ടൈമർ അമർത്തണം. അങ്ങനെയാണ് അതിനകത്ത് വിജയിക്കാൻ കഴിയുന്നത്. 60 സെക്കൻഡിന് മുകളിൽ പോയാൽ ഔട്ടാവും. പക്ഷേ 60 സെക്കൻഡിനുള്ളിൽ, അതായത് ഏറ്റവും കൂടുതൽ ടൈം, അതായത് ഇപ്പം 55, 58 ചെയ്യുന്നവരായിരിക്കും ഏറ്റവും ടോപ്പ്, 59 ചെയ്യുന്നവരായിരിക്കും അതിലും ടോപ്പ്, അങ്ങനെയുള്ളത് 60-നുള്ളിൽ ചെയ്യുന്നവരായിരിക്കും ടോപ്പ്. അതായത് കുറഞ്ഞു വരുമ്പോൾ, അതായത് 40, 30 അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ ടീമിന് പോയിൻ്റ് കുറയും. അതാണ് ഗെയിം എന്ന് പറയും. അങ്ങനെ ഗെയിം ചെയ്യാൻ വേണ്ടി എല്ലാവരും വരുന്നുണ്ട്. പെർഫോം ചെയ്യാൻ ആദ്യം വരുന്ന ടീം എ ആണ്. അവരുടെ പെർഫോമിൽ അവർക്ക് കിട്ടുന്നത് 44 സെക്കൻഡാണ്. അത് കുഴപ്പമില്ലാതെ അവർ ചെയ്തു. അടുത്ത സെക്കൻഡ് വരുന്നത് കുറച്ചുകൂടി ബെറ്ററായിട്ട് അവർ ചെയ്തു. ടീം ബി ആണ്, 45 സെക്കൻഡ് കിട്ടി. പക്ഷേ ഏറ്റവും മോശം പോയിൻ്റ് കിട്ടിയിരിക്കുന്നത് ടീം സിക്കാണ്. അവർക്ക് വെറും 33 പോയിൻ്റ് കിട്ടിയിട്ടുള്ളൂ. അത് അവരുടെ ഒരു സ്ട്രാറ്റജി മാറിപ്പോയതാണെന്ന് തോന്നുന്നു. അവരുടെ ആശയവിനിമയം അവർക്ക് കറക്റ്റായിട്ട് അവർ ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് അത്രയും കുറഞ്ഞ പോയിൻ്റ് ലഭിച്ചത്. പിന്നെ സി ടീമിനാണ്, പിന്നെ അവരാണ് ഏറ്റവും മികച്ച പെർഫോം കാണിച്ചു വെച്ചത്. അവർക്ക് ഏകദേശം 51 പോയിൻ്റ് ലഭിക്കുന്നു. അങ്ങനെ അവർ വിജയികളാകുന്നു. അപ്പോൾ ഏറ്റവും പോയിൻ്റ് കുറഞ്ഞ ടീമായ സിയിൽ നിന്നാണ് ഈ 4 പേരും പുറത്തു പോയിരിക്കുന്നത്. പുറത്തു പോയ വ്യക്തികളാണ് ഇവർ: ബിജു, ആരാധ്യ, മിഥുൻ, റാഷ. ഇവർ 3 പേരുമാണ്
അങ്ങനെ ആദ്യമായി ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ എന്ന പ്രോഗ്രാമിലൂടെ എലിമിനേറ്റായി പുറത്ത് പോയിരിക്കുന്നവർ. ഇതൊക്കെയാണ് നമ്മുടെ അതായത് 3ാമത്തെ എപ്പിസോഡിൽ സംഭവിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഈ ജഡ്ജസിയുടെ തീരുമാനമൊക്കെ ശരിയാണെന്ന് തോന്നുന്നവർ അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുമോ?